സംഗമിച്ചിട്ടുള്ള ഓരോ ഈ ഒരു മീറ്റിംഗിലേക്ക് ഹൃദ്യമായി തന്നെ സ്വാഗതം ചെയ്യുന്നു. എൻ്റെ പേര് മുജീബ്. ഞാൻ സൗദി അറേബ്യയിലാണ് വർക്ക് ചെയ്യുന്നത്. മലപ്പുറം ജില്ലയിലെ മഞ്ചേരിക്കടുത്താണ് എൻ്റെ വീട്. നമുക്കറിയാം, ഈ ഒരു സംരംഭവുമായി ചേർന്ന് യാത്ര ചെയ്യാൻ തുടങ്ങിയിട്ട് 4 വർഷത്തോളമാകുന്നു. ഓരോ ആളുകളും, നമ്മിൽപ്പെട്ട ഓരോ ആളുകളും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും സാമ്പത്തികമായി ഉന്നതിയിലെത്തുക, സാമ്പത്തികമായി ഭദ്രതയിലെത്തുക എന്നുള്ള ഒരു വിഷൻ മുന്നിൽ കണ്ടുകൊണ്ടാണ് നമ്മൾ ഓരോ ആളുകളും ഓരോ പ്രവൃത്തിയും അല്ലെങ്കിൽ ഓരോ ജോലിയും ഓരോ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് പറ്റിയിട്ടുള്ള അവസരങ്ങൾ നമ്മൾ പല സമയത്തും തേടിയിട്ടുണ്ട്, പല ആളുകൾക്കും ലഭിച്ചിട്ടുണ്ട്. പക്ഷെ പല ആളുകൾക്കും ലഭിക്കാതെ പോയി. അതുകൊണ്ടാണ് നമ്മളൊക്കെ ഇരിക്കുന്നത്. തീർച്ചയായിട്ടും ഒന്നിരിക്കൽ നമുക്ക് കിട്ടിയിട്ടുള്ള അവസരം നമ്മൾ കൃത്യമായി ഉപയോഗിച്ചില്ല, അല്ലെങ്കിൽ നമുക്ക് അതിന് പറ്റിയിട്ടുള്ള ഒരു സാഹചര്യം നമുക്ക് ഒത്തു കിട്ടിയില്ല, അല്ലെങ്കിൽ അതിനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നമ്മുടെ കയ്യിലെത്തിയില്ല, അല്ലെങ്കിൽ തന്നെ നമ്മൾ വ്യക്തമായി ഉപയോഗിച്ചില്ല. ഇങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ടാണ് നമ്മൾ ഇന്നും ഈ സാമ്പത്തികമായി ഉന്നതിയിലെത്താതെ മുന്നോട്ട് പോകുന്നതിന്റെ കാരണം. അതിനിടയ്ക്ക് നമ്മൾ ഓരോ ആളുകളും പല വഴികളും തേടുന്നു, പലതും തേടിക്കൊണ്ടിരിക്കുന്നു, പല ആളുകളും നഷ്ടത്തിലെത്തുന്നു. ഇതൊക്കെയാണ് സാമ്പത്തികമായി നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ കൺമുന്നിൽ കാണുന്ന യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള അവസരത്തിലാണ് തീർച്ചയായിട്ടും നമ്മുടെ സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കാൻ സാധിക്കുന്ന ഒരു സിസ്റ്റവും അതിന് പറ്റിയിട്ടുള്ള ഒരു ടോക്കണും നമ്മുടെ കൺമുമ്പിൽ, നമ്മുടെ കയ്യിലെത്തിയിട്ടുള്ളത്. തീർച്ചയായിട്ടും നമുക്കറിയാം, നമ്മുടെ ടീമിൽപ്പെട്ട പല ആളുകളും നല്ല നിലയിൽ വരുമാനം നേടിക്കൊണ്ടിരിക്കുന്നു. പല ആളുകളും ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നു. എല്ലാ ആളുകൾക്കും നല്ല നിലയിൽ, നല്ല ഒരു സാമ്പത്തിക ഉന്നതിയിലെത്താൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആദ്യമായി പ്രാർത്ഥിച്ചുകൊണ്ടും, അതോടൊപ്പം നമ്മിൽ നിന്ന് വിട്ടുപോയിട്ടുള്ള നമ്മുടെ ഗ്രേറ്റ് ലീഡേഴ്സ്മാരെ ഓർമ്മിച്ചുകൊണ്ടും നമുക്ക് ഒരിക്കലും നമ്മുടെ ആ ഗ്രേറ്റ് ലീഡേഴ്സ് ആയിട്ടുള്ള ആളുകളെ ഓർമ്മിക്കാതെ നമ്മുടെ മീറ്റിംഗ് തുടങ്ങാൻ അവസാനിപ്പിക്കാനും സാധിക്കില്ല. നമുക്കറിയാം, അതിനുശേഷം ഇങ്ങോട്ടുള്ള ഓരോ മീറ്റിങ്ങിലും സംസാരിക്കുന്ന ഓരോ ആളുകളും അവരെ ഓർക്കാതെ പോയിട്ടില്ല എന്നുള്ളതാണ് സത്യം. അപ്പോ അത്രയും സത്യത്തിൽ പരസ്പരം കാണാത്തവരായിട്ടുള്ള നമ്മളൊക്കെ അത്രയും ആഴത്തിൽ അവർ നമ്മുടെ ഹൃദയത്തിൽ പതിഞ്ഞതിന്റെ കാരണം നമുക്കറിയാത്ത, നമ്മൾ കേട്ടിട്ട് പോലുമില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ നമ്മളെ പഠിപ്പിച്ച ഗ്രേറ്റ് ലീഡേഴ്സ് ആയതുകൊണ്ടാണ്. തീർച്ചയായിട്ടും നമ്മുടെ മീറ്റിങ്ങുകളിൽ നിറസാന്നിധ്യമായിരുന്നു അവരല്ല. അതുകൊണ്ട് തന്നെ ഇന്നും നമ്മുടെ ഓരോ ലീഡേഴ്സും നമുക്ക് വേണ്ടി ഒരുപാട് അധ്വാനിച്ചുകൊണ്ടാണ് നമ്മുടെ ഓരോ മീറ്റിങ്ങുകളും നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ആഴ്ചയിൽ 4-5 വ്യാഴം മുതൽ ഞായർ വരെ നടക്കുന്ന എല്ലാ മീറ്റിങ്ങുകളിലും ഓരോ ലീഡേഴ്സും ഒരുപാട് ശ്രമിച്ചുകൊണ്ടാണ് നമ്മളോട് സംസാരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഓരോ ലീഡേഴ്സിനും നമ്മൾ അർഹമായ അംഗീകാരങ്ങളുടെ വാക്കുകൾ ശ്രമിക്കുകയും ചെയ്യുക, അത് പ്രാവർത്തികമാക്കാനായിട്ട് ഞാനടക്കമുള്ള ഓരോ ആളുകളും ശ്രമിക്കുക. ഒപ്പം തന്നെ നമ്മുടെ വേണ്ടപ്പെട്ട ആളുകളിലേക്ക്, നമ്മുടെ വേണ്ടപ്പെട്ട സുഹൃത്തുക്കളിലേക്ക്, സഹോദരങ്ങളിലേക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി, ഇതിന്റെ ഒരു അവസരം അവർക്ക് കൂടി എത്തിക്കാനായിട്ട് ഓരോ ആളുകളും ശ്രമിക്കുക. ഞാനടക്കമുള്ള ഓരോ ആളുകളും ശ്രമിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്ന് നമ്മുടെ ഈ ഒരു പേൾവൻ ഇന്റർനാഷണലിന്റെ NRI ക്ലബിന് വേണ്ടി സംസാരിക്കുന്നത് കണ്ണൂരിന്റെ ഗ്രേറ്റ് ലീഡേഴ്സ് ആയിട്ടുള്ള നമ്മുടെ ഷാജി സാറും അതോടൊപ്പം നമ്മുടെ മനീഷ് സാറുമാണ്. നമുക്കറിയാം, ഓരോ സാറുമാരും, ആ 2 സാറുമാരും നമുക്ക് വേണ്ടി നമ്മുടെ ഗ്രേറ്റ് ലീഡേഴ്സാണ്. അവർ പല പ്രാവശ്യം നമ്മളോട് സംസാരിച്ചിട്ടുള്ളതാണ്. ഇന്ന് നമ്മളോട് ആദ്യമായി സംസാരിക്കാൻ എത്തുന്നത് നമ്മുടെ ഷാജി സാറാണ്. ശേഷം മനീഷ് സാറിന് മൈക്ക് കൈമാറുന്നുണ്ടാവും. അപ്പോൾ വരാൻ പോകുന്ന 40 മിനിറ്റ് എല്ലാ ആളുകളും 40-45 മിനിറ്റാണ് നമ്മുടെ മീറ്റിംഗിന്റെ സമയം. അപ്പൊ ആ സമയത്ത് നമ്മളെല്ലാ ആളുകളും ലീഡേഴ്സ് പറയുന്നത് വളരെ ശ്രദ്ധാപൂർവ്വം കേട്ടിരിക്കുക എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ആദ്യമായി സംസാരിക്കാനായിട്ട് നമ്മുടെ ഗ്രേറ്റ് ലീഡർ ഷാജി സാറിനെ വളരെ സ്നേഹത്തോടെ, സന്തോഷത്തോടെ, അതിലേറെ ബഹുമാനത്തോടെ വെൽക്കം ചെയ്യുന്നു. പ്ലീസ് വെൽക്കം ഷാജി സാർ. ഹലോ മുജീബ് സാർ, ശബ്ദം ക്ലിയർ അല്ലേ സാറേ? യെസ് സാർ, ക്ലിയർ. ഓക്കെ, താങ്ക് യു. ആദ്യമായി ഒരു കാര്യം പറയാനുള്ളത്, ഞാനും മനീഷ് സാറുമാണ് ഇന്നത്തെ പ്രോഗ്രാം ചെയ്യേണ്ടിരുന്നത്. മനീഷ് സാർ ഒരു യാത്രയിലാണ്, അദ്ദേഹം നാട്ടിലെത്തിയിട്ടില്ല. അതുകൊണ്ട് ഇന്നത്തെ പ്രോഗ്രാം ഞാൻ മാത്രമാണ് അവതരിപ്പിക്കുന്നത്. ആ ഒരു വിവരം ആദ്യമായി എല്ലാവരെയും അറിയിക്കുകയാണ്. ഓക്കെ, സോറി. നമുക്ക് ഇവിടെ നിന്ന് MC ചെയ്ത നമ്മുടെ പ്രിയപ്പെട്ട മുജീബ് സാർ, അദ്ദേഹം വളരെ മനോഹരമായി നമ്മുടെ
സിസ്റ്റത്തെക്കുറിച്ചും മറ്റു കാര്യങ്ങളെക്കുറിച്ചും ഇവിടെ അവതരിപ്പിച്ചു. അദ്ദേഹം സൗദിയിലാണ് പ്രവർത്തിക്കുന്നത്. ഈ ഒരു മീറ്റിംഗ് എന്ന് പറയുന്നത് നമ്മുടെ പ്രവാസികളായ സുഹൃത്തുക്കളുടെ സമയക്രമീകരണവുമായി ബന്ധപ്പെട്ടാണ് 10 മണിക്ക് നമ്മൾ ഒത്തുചേരുന്നത്. അതുപോലെ മറ്റെല്ലാ മീറ്റിങ്ങുകളും നമുക്ക് രാത്രി 8:30 നടക്കാറുള്ളത്. ഓക്കെ, ഇന്നത്തെ പ്രോഗ്രാമിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ട അസോസിയേറ്റ്സിനും എൻ്റെ ഹൃദയം നിറഞ്ഞ ഒരു സ്വാഗതം അറിയിക്കുകയാണ്. കഴിഞ്ഞ 4-4.5 വർഷക്കാലം ഈ ഒരു സിസ്റ്റത്തിൻ്റെ കൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളാണ് ഇവിടെ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. ഈ ഒരു മേഖല എന്ന് പറയുന്നത് ഒരു വലിയ ഒരു കടലാണ്. നമ്മുടെ അറിവ് എന്ന് പറയുന്നത് വളരെ തുച്ഛമായ ഒരു അറിവും അതുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നതിൽ എന്തെങ്കിലും ഒരു പോരായ്മകളോ പിഴവുകളോ സംഭവിച്ചു പോയി എങ്കിൽ എല്ലാവരും വളരെ സ്നേഹത്തോടെ ക്ഷമിക്കുക. ഓക്കെ, ഇങ്ങനൊരു അവസരം നമുക്ക് തന്നത് നമ്മുടെ പ്രിയപ്പെട്ട ഫൗണ്ടർ ഡോക്ടർ ഡാനിയൽ ജോൺസൺ എന്ന് പറയുന്ന മഹാനായ മാത്തമാറ്റീഷ്യനാണ്. അദ്ദേഹമാണ് പേൾവെയിൻ ഇൻ്റർനാഷണൽ എന്ന് പറയുന്ന ഈ ഒരു ഇ-കോമേഴ്സ് ബിസിനസ് വെബ്സൈറ്റ് അവതരിപ്പിച്ചത്. ഓക്കെ, നമുക്ക് നമ്മുടെ ഇന്നത്തെ ഒരു ഇന്ത്യൻ സാഹചര്യത്തിലൂടെ അല്പസമയം സഞ്ചരിച്ചതിന് ശേഷം നമുക്ക് BOP-യിലേക്ക് ബിസിനസ് ഓപ്പർച്യൂണിറ്റി പ്രസൻറ്റേഷനിലേക്ക് പോകാം എന്ന് കരുതുകയാണ്. നമുക്കറിയാം, ഇന്ത്യയിൽ വലിയ രീതിയിൽ സാങ്കേതികമായ മുന്നേറ്റങ്ങൾക്ക് വഴി ഒരുക്കിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. മാധ്യമങ്ങളിലൂടെ കഴിഞ്ഞ ദിവസം മഹാകുംഭമേളയുമായി ബന്ധപ്പെട്ട് സൊലാനോ, അതുപോലെ നമ്മുടെ NFT ടോക്കനുമായി ബന്ധപ്പെട്ട് നമുക്ക് റെയിൽവേ അതുമായി ബന്ധപ്പെട്ട സൗകര്യങ്ങൾ ചെയ്തു തന്നു. അതുപോലെ തന്നെയാണ് വളരെ പ്രധാനപ്പെട്ട സംഭവങ്ങൾ. ജിയോ നമ്മുടെ പ്ലാറ്റ്ഫോമുകൾ പോളിഗോൺ ആയി ബന്ധപ്പെട്ട് ഇന്ത്യയിലെ 450 ദശലക്ഷം ഉപഭോക്താക്കൾക്ക് Web3യുടെ സാങ്കേതിക വിദ്യ ലഭ്യമാക്കുന്നതിനുള്ള പുതിയ തീരുമാനങ്ങളെടുത്ത ദിവസങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ജിയോയുടെ നിലവിലുള്ള സേവനങ്ങളിലേക്കും ആപ്ലിക്കേഷനിലേക്കും Web3 കഴിവുകൾ സമന്വയിപ്പിച്ചുകൊണ്ട് ഇന്ത്യയിൽ വലിയ മാറ്റങ്ങൾക്ക് തുടക്കമിട്ടിരിക്കുകയാണ്. അങ്ങനെ എന്നും നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന പുതിയ സാങ്കേതിക കാലത്തിൻ്റെ കൂടെ സഞ്ചരിക്കാൻ ഭാഗ്യം ലഭിച്ച ആളുകളാണ് ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാമിൽ ഇവിടെ അറ്റൻഡ് ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം, 2015 156 രാജ്യങ്ങളിലായി ഈ ഒരു വെബ്സൈറ്റ് നമുക്ക് മുന്നിൽ അവതരിപ്പിക്കപ്പെട്ടു. ഇത് ഒരു 6 പ്രൊജക്റ്റുകളടങ്ങിയ ലോകത്തിലെ വലിയ മാറ്റങ്ങൾക്ക് ഒരു വിധേയമാക്കാൻ സാധിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് എന്ന് നമ്മളെല്ലാ മീറ്റിങ്ങുകളിലും ചർച്ച ചെയ്യുന്നതാണ്. ഇവിടെ നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുന്ന ഈ 6 പ്രൊജക്റ്റുകൾ എങ്ങനെയാണ് വളരെ വ്യത്യസ്തമായി നമുക്ക് അനുഭവപ്പെടുന്നത് എന്ന് നമുക്ക് പരിശോധിക്കാം. നമ്മൾ പലപ്പോഴും കാണുകയും കേൾക്കുകയും ചെയ്തിരിക്കുന്ന പ്രൊജക്റ്റിൽ നിന്നും എന്താണ് പേൾവെയിൻ ഇൻ്റർനാഷണൽ എന്ന് പറയുന്ന ഈ സബ്ജക്റ്റ് വളരെ വ്യത്യസ്തമായിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കിയാൽ മാത്രമേ ഈ ഒരു പ്രൊജക്റ്റിൻ്റെ വ്യാപ്തിയെക്കുറിച്ച് നമുക്ക് തിരിച്ചറിയുകയുള്ളൂ. നമുക്കറിയാം, ഇന്ത്യയിൽ ലോകത്തിൽ തന്നെ സാമ്പത്തിക ഇടപാടുകളിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന കാലത്തിലൂടെയാണ് നമ്മളെല്ലാവരും പോകുന്നത്. പണം എന്ന് പറയുന്ന ആ ഒരു വാല്യൂ, അതിൻ്റെ രൂപമാറ്റങ്ങളെക്കുറിച്ച് നമുക്ക് വ്യക്തമായി ഹിസ്റ്ററി പഠിച്ച നമുക്കെല്ലാവർക്കും അറിയാം. അതിൻ്റെ ഏറ്റവും പുതിയ നൂതന രൂപം ആയ ക്രിപ്റ്റോ കറൻസി NFT ടോക്കൺ കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ എല്ലാവരും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ആ ഒരു കാലഘട്ടത്തിൽ ഈ ഒരു ടെക്നോളജിയുമായി ബന്ധപ്പെട്ട് നമുക്ക് അറിവുകൾ നൽകിയ ഒത്തിരി ലീഡേഴ്സിൻ്റെ ഒരു കൂട്ടായ്മയിലാണ് നമ്മൾ ഓരോരുത്തരും എത്തിച്ചേർന്നത് എന്നത് നമ്മുടെ മുജ്ജന്മ ഭാഗ്യമായി ഞാൻ കരുതുന്നു. അങ്ങനെയുള്ള ഗ്രേറ്റ് ലീഡേഴ്സ്, നേരത്തെ മുജീബ് സാർ പറഞ്ഞതുപോലെ പ്രിയപ്പെട്ട രവികുമാർ സാർ, അതുപോലെ തന്നെ സുരേഷ് പണിക്കർ സാർ, അങ്ങനെയുള്ള വളരെ പ്രഗത്ഭരായ 2 പേർ ഇന്ന് നമ്മോടൊപ്പം ഇല്ല. അവരെയും ഞാൻ ഈ ഒരു സമയത്ത് എൻ്റെ മനസ്സിൽ ഓർമ്മിക്കുകയാണ്. ഒപ്പം
ഈ ഒരു പ്രോഗ്രാമിൽ നിരന്തരമായി നമുക്ക് ക്ലാസ്സുകൾ നൽകിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട എല്ലാ ലീഡേഴ്സിനെയും ഞാൻ ഓർമ്മിക്കുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ട അശോകൻ സാർ, അനിൽകുമാർ സാർ, ജനാർദ്ദ ബാബു സാർ, ലക്ഷ്മി മേഡം, സുനീഷ് സാർ, മനീഷ് സാർ, അങ്ങനെ ഈ ഒരു സിസ്റ്റത്തിനോടൊപ്പം 24 മണിക്കൂറും സഞ്ചരിക്കുന്ന ആളുകൾ, അവരോടൊപ്പം അസോസിയേറ്റ് ചെയ്യാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചതിൽ ഞാൻ വളരെയേറെ അഭിമാനിക്കുന്നു. ഓക്കെ, ഇവിടെ പേൾവൈൻ ഇൻ്റർനാഷണൽ അവതരിപ്പിക്കുന്ന 6 പ്രൊജക്റ്റുകൾ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ആദ്യത്തെ പ്രൊജക്റ്റ് എന്ന് പറയുന്നത് ഡിജിറ്റൽ ബാങ്കിങ് ആണ്. രണ്ടാമത്തെ പ്രൊജക്റ്റ് ക്രിപ്റ്റോ കറൻസി PVC മെറ്റ മൾട്ടിപർപ്പസ് NFT ടോക്കൺ. മൂന്നാമത്തെ പ്രൊജക്റ്റ് എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ. നാലാമത്തെ പ്രൊജക്റ്റ് എന്ന് പറയുന്നത് മൊബൈൽ നെറ്റ്വർക്ക്. അഞ്ചാമത്തെ പ്രൊജക്റ്റാണ് ഗെയിമിംഗ് പ്ലാറ്റ്ഫോം. ലാസ്റ്റ് വൺ ഇ-കൊമേഴ്സ് ബങ്കി. ഈ ഒരു 6 പ്രൊജക്റ്റുകളാണ് സിസ്റ്റം നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഈ 6 പ്രൊജക്റ്റുകൾ അവതരിപ്പിക്കുമ്പോൾ ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നമുക്ക് 2 പ്രൊജക്റ്റുകൾ മാത്രമേ വ്യക്തികൾ എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്യേണ്ടതുള്ളൂ. ബാക്കി 4 പ്രൊജക്റ്റുകൾ സിസ്റ്റം തന്നെയാണ് നമുക്ക് വേണ്ടി ചെയ്യുന്നത്. അതായത് 80% പ്രവർത്തനങ്ങളും സിസ്റ്റം ചെയ്യുമ്പോൾ ബാക്കി 20% മാത്രമാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടി വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ലോകത്തിൽ മറ്റേത് ബിസിനസ് ഓപ്പർച്യൂണിറ്റിയോ മറ്റു കാര്യങ്ങളോ ഒന്നുമായി താരതമ്യം ചെയ്യാൻ നമുക്ക് കഴിയില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലാ ധാരണകളും മാറ്റിമറിച്ചുകൊണ്ടാണ് പേൾവൈൻ ഇൻ്റർനാഷണൽ ലോകത്തെ വളർത്തിയിരിക്കുന്നത്. ഇവിടെ നമുക്ക് വളരെ പ്രശസ്തമായ 1-2 കാര്യങ്ങൾ പരിശോധിക്കാം. സിസ്റ്റം നമ്മളോട് പറഞ്ഞിരിക്കുന്നത് PVC മെറ്റ മൾട്ടിപർപ്പസ് NFT ടോക്കൺ ഫ്യൂച്ചർ ഓഫ് മണി എന്നാണ്. ഫ്യൂച്ചർ ഓഫ് മണി, ഭാവിയുടെ പണം, വളരെ വളരെ ഒരു വലിയ വാക്കാണ് അത്. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ലോകത്തിൽ എല്ലാ മനുഷ്യരും ഇനി ഉപയോഗിക്കാൻ പോകുന്ന ഒരു വാല്യൂ ആണ് PVC മെറ്റ മൾട്ടിപർപ്പസ് ടോക്കൺ എന്നാണ്. അതിൻ്റെ ഒരു വിശാലമായ ഒരു തോട്ട് നമുക്ക് ചിന്തിക്കുമ്പോൾ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒന്നാണ്. അത് പറയാനുള്ളൊരു കാരണം എന്ന് പറയുന്നത്, ലോകത്തിൽ കോടിക്കണക്കിന് ജനങ്ങളും ഒത്തിരി രാജ്യങ്ങളും പലവിധ സംസ്കാരങ്ങളുമൊക്കെ ഉള്ള ഒരു സാമൂഹിക ക്രമത്തിലൂടെ പോകുമ്പോൾ എങ്ങനെയാണ് ഫ്യൂച്ചർ ഓഫ് മണി ലോകത്തിൽ എല്ലായിടത്തും എല്ലാവരും കൈകാര്യം ചെയ്യുന്നൊരു പണമായി PVC മെറ്റ മാറുന്നത് എന്നുള്ളത് അത്ഭുതകരമായൊരു ചോദ്യമായി എപ്പോഴും ഞാൻ എന്നോട് ചോദിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ നമുക്ക് മനസ്സിലാവുന്ന വളരെ പ്രധാനപ്പെട്ട 1-2 കാര്യങ്ങളാണ്. ലോകത്തെ മുഴുവൻ നിയന്ത്രിക്കുന്നത് 2 കാര്യങ്ങളാണ്. ഒന്ന് അധികാരവും മറ്റൊന്ന് പണവും. അധികാരം എന്ന് പറയുന്നത് ഓരോ രാജ്യവും സ്വതന്ത്രമായി അവരുടെ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നൊരു സിസ്റ്റമാണ്. ജനാധിപത്യ രാജ്യമായാലും രാജഭരണമായാലും ആ ഒരു സിസ്റ്റം എന്ന് പറയുന്നത്. അവിടെ എല്ലാവരെയും ഒരുമിപ്പിക്കാനുള്ളൊരു സാധ്യത ഒരു 50% മാത്രമാണെങ്കിൽ, പണം എന്ന് പറയുന്ന വാല്യൂ ലോകത്തെ എല്ലാത്തിനെയും നിയന്ത്രിക്കാൻ ശേഷിയുള്ള ഒന്നാണ് എന്ന് നമുക്ക് മനസ്സിലാക്കും. അപ്പോഴാണ് മറ്റ് 2 കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവുന്നത്. പണമാണ് അധികാരത്തെ നിയന്ത്രിക്കുന്നതിൽ ഒരു പരിധിവരെ അല്ല, ഒരു 90% കാര്യങ്ങൾ ചെയ്യുന്നത് എന്നും നമുക്ക് മനസ്സിലാവും. അങ്ങനെ ആവുമ്പോഴാണ് ഫ്യൂച്ചർ ഓഫ് മണി എന്ന് പറയുന്ന ആ ഒരു വാക്കിൻ്റെ വലിയ അർത്ഥത്തിലേക്ക് നമുക്ക് മാറാൻ കഴിയുന്നത് എന്നും നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെയാണെങ്കിൽ PVC മെറ്റ മൾട്ടിപർപ്പസ് ടോക്കൺ എന്ന് പറയുന്ന ഈ ഒരു പ്രൊജക്റ്റ് ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ട പേൾവൈൻ ഇൻ്റർനാഷണൽ എങ്ങനെയാണ് ഭാവിയിലേക്കുള്ള പണവുമായി മുന്നോട്ട് പോകുന്നത്? അതിന് നമ്മളെ സഹായിക്കുന്ന വളരെ പ്രധാനപ്പെട്ട 4 പ്രൊജക്റ്റുകളാണ് സിസ്റ്റം തന്നെ നമുക്ക് വേണ്ടി ചെയ്യുന്നത്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രൊജക്റ്റാണ് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കറിയാം 156 രാജ്യങ്ങളിൽ പേൾവൈൻ ഇൻ്റർനാഷണൽ പ്രവർത്തിക്കുന്നു എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ഇവിടെ നമ്മൾ ഓരോ വ്യക്തികളും നമുക്കാവുന്ന വിധത്തിൽ പ്രചരിപ്പിച്ചാൽ പോലും ലോകത്തിൽ എല്ലായിടത്തും ഉപയോഗിക്കുന്ന രീതിയിൽ ഫ്യൂച്ചർ ഓഫ് മണി എന്ന് പറയുന്ന അതിൻ്റെ അർത്ഥതലത്തിലേക്ക്
നമുക്ക് എത്തിക്കാൻ കഴിയുമോ എന്നുള്ളത് സംശയമാണ്. നമുക്കറിയാം, നമുക്കെല്ലാവർക്കും ഒരു പരിമിതികളുണ്ട് ആളുകൾ എന്നുള്ള രീതിയിൽ. പക്ഷേ ഇവിടെയാണ് സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ലോകത്തിലെ വളരെ ശക്തമായ ഒരു നെറ്റ്വർക്കിൻ്റെ സാധ്യത സിസ്റ്റം ഉപയോഗപ്പെടുത്തുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. എങ്ങനെയാണ് സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് PVC മെറ്റ NFT ടോക്കൺ എന്ന് പറയുന്ന ഫ്യൂച്ചർ ഓഫ് മണി പ്രവർത്തിക്കാൻ പോകുന്നത്? നമുക്കറിയാം, Web3യുടെ ഭാഗമായി നമുക്ക് ഇന്ന് Web3 എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്, കാണാനും കേൾക്കാനും ഒക്കെ കഴിയുന്ന ഈ ഒരു കാലഘട്ടം, അതിനെയാണ് Web3 കാലഘട്ടം എന്ന് പറയുന്നത്. Web1 എന്ന് പറയുന്നത് നമുക്കറിയാം, ട്വിറ്ററിലൂടെ കുറേ ലേഖനങ്ങളൊക്കെ വായിച്ചുകൊണ്ട് ചെയ്യാൻ കഴിയുന്ന ഇൻ്റർനെറ്റിൻ്റെ ആദ്യ പതിപ്പാണ് Web1. Web2 എന്ന് പറയുന്ന കാലഘട്ടത്തിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത്. കാണാനും നമുക്ക് അങ്ങോട്ട് സംസാരിക്കാനും ഒക്കെ കഴിയുന്ന ഒരവസ്ഥ. Web3 എന്ന് പറയുന്നത് ഒന്നുകൂടി വളരെ വലിയ ഒരു വിശാലമായ രീതിയിലേക്ക് നമുക്ക് അനുഭവിക്കാൻ കൂടി കഴിയുന്ന രീതിയിൽ പോകുന്ന ഒരു കാലഘട്ടമാണ് Web3 എന്ന് പറയുന്നത്. ആ ഒരു കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയയിലൂടെ സിസ്റ്റം അവതരിപ്പിക്കുന്നു ഒരു പുതിയ സെർച്ച് എഞ്ചിൻ. ഗൂഗിൾ ഒരു സെർച്ച് എഞ്ചിനാണെന്നറിയാം. ChatGPT അതുപോലെ തന്നെ ഉള്ള സെർച്ച് എഞ്ചിനുകളെ കുറിച്ച് നമുക്കറിയാം. ഇവിടെ സിസ്റ്റം പറഞ്ഞിരിക്കുന്നത് ഫേസ്ബുക്ക് പോലുള്ള, യൂട്യൂബ് പോലുള്ള, ഇൻസ്റ്റാഗ്രാം പോലുള്ള ജനങ്ങൾ എല്ലാവരും ഉപയോഗിക്കുന്ന ആ ഒരു കാര്യം സെർച്ച് എഞ്ചിനിലൂടെ നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ ലോകത്തിൽ ആദ്യമായി തന്നെ ഒരു കസ്റ്റമർക്ക് റിവാർഡ് നൽകുന്ന രീതിയിലാണ് നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് റിവാർഡ് ലഭിക്കുക എന്ന ചില സംശയങ്ങൾക്കാണ് ഇതുമായി ബന്ധപ്പെട്ട് ഫിൻടെക് രീതികൾ, നമ്മുടെ പണ കൈമാറ്റ രീതികളിലെ പുതിയ സാങ്കേതികമായ മുന്നേറ്റങ്ങളെയാണ് ഫിൻടെക് എന്ന് പറയുന്നത്. ഫിൻടെക് എന്ന് പറയുമ്പോൾ നമുക്ക് ഗൂഗിൾ പേ അതുപോലെ തന്നെ ഫോൺ പേ ഒക്കെ ഫിൻടെക്കിന് വളരെ പ്രധാനപ്പെട്ട ഉദാഹരണങ്ങളാണ്. ആപ്പുകൾ വഴി നമുക്ക് പരസ്പരം 24 മണിക്കൂറും പണങ്ങൾ കൈമാറാനുള്ള സാധ്യത ഡീസെൻട്രലൈസ്ഡ് സിസ്റ്റത്തിൻ്റെ ഭാഗമായി നമുക്ക് ലഭിക്കുന്ന ആ ഒരു കാര്യത്തിലൂടെ നമുക്ക് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന സമയത്ത് PVC മെറ്റ മൾട്ടി പർപ്പസ് ടോക്കൺ നമുക്ക് റിവാർഡുകളായി ലഭിക്കാൻ പോവുകയാണ്. അങ്ങനെ ആകുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ലോകം മുഴുവൻ PVC മെറ്റ എന്ന് പറയുന്ന ഈ ഒരു മൾട്ടി പർപ്പസ് ടോക്കനെ കുറിച്ച് അറിയുകയും ആളുകൾ ഉപയോഗിക്കാൻ ആരംഭിക്കുകയും ചെയ്യും. അങ്ങനെയുള്ളൊരു അവസരത്തിലാണ് ഈ ഒരു 6 പ്രൊജക്റ്റിൻ്റെ പാർട്ട്ണർമാരായ നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഏറ്റവും വലിയ അച്ചീവ്മെൻറ്റുകൾ നേടാൻ പോകുന്നത് എന്ന് നമുക്ക് വളരെ അഭിമാനത്തോടുകൂടി പറയാം. മറ്റൊരു പ്രൊജക്റ്റാണ് മൊബൈൽ നെറ്റ്വർക്ക് വൺ വേൾഡ് വൺ സിം. എന്താണ് ഒരു മൊബൈൽ നെറ്റ്വർക്കുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്? നമുക്കറിയാം, ഒരു സിമ്മ് നമ്മൾ ഉപയോഗിക്കാൻ ആരംഭിക്കുമ്പോൾ നമ്മുടെ ആധാർ കാർഡ് അതുപോലെ തന്നെ നമ്മുടെ എല്ലാ ഡാറ്റകളും നൽകിക്കൊണ്ടാണ് നമ്മളൊരു സിം കാർഡ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ലോകം മുഴുവൻ ഒരു നെറ്റ്വർക്കിൻ്റെ കീഴെ എത്തിപ്പെടുന്ന ഒരു $1 മില്യൺ സബ്ജക്റ്റാണ് വൺ സിം വൺ വേൾഡ് എന്ന് പറയുന്നത്. അവിടെയും നമുക്ക് ഊഹിക്കാനും മനസ്സിലാക്കാനും കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഫ്യൂച്ചർ ഓഫ് മണി ഉപയോഗിക്കുന്ന നമ്മളെല്ലാവരും, അതായത് ലോകത്തിലെ എല്ലാ ആളുകളും ഒരേയൊരു സിസ്റ്റത്തിൻ്റെ കുടക്കീഴിലേക്ക് എത്തുന്ന അത്ഭുതകരമായ ഒരു കാര്യമാണ് നെറ്റ്വർക്കിലൂടെ അവതരിപ്പിക്കുന്നത്. അതുപോലെയാണ് ഗെയിമിംഗ് പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്. ഗെയിമിംഗ് പ്ലാറ്റ്ഫോമിനെ കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയാം. ലോകത്തെ കളികൾ, അതിൻ്റെ രീതികൾ ഒക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. വെർച്വലായി ബന്ധപ്പെട്ട് മെറ്റാവേഴ്സിൽ ഒത്തിരി ഗെയിമുകളാണ് ഇപ്പോൾ നമ്മുടെ പുതിയ തലമുറകൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ നിന്ന് നമുക്ക് വരുമാനമുണ്ടാക്കുവാനും പുതിയ മേഖലകളിലേക്ക് നമുക്ക് മുന്നോട്ട് പോകാനും കഴിയുന്നതിന് ഇന്ത്യയിൽ തന്നെ ഒട്ടനവധി ഉദാഹരണങ്ങൾ പല മീറ്റിങ്ങുകളിലും നമ്മൾ ചർച്ച ചെയ്തതാണ്. നമുക്കതൊക്കെ മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ ഒരു ഗെയിമിംഗ് പ്ലാറ്റ്ഫോം, ആ ഒരു പ്ലാറ്റ്ഫോമിലൂടെയും നമുക്ക് വലിയ രീതിയിലുള്ളൊരു മുന്നേറ്റം സിസ്റ്റം വാഗ്ദാനം ചെയ്യുകയാണ്. അതുപോലെ തന്നെയാണ് ഇ കോമേഴ്സിനെ കുറിച്ച് നമുക്കറിയാം. നമ്മുടെ കച്ചവട രീതികളെ ഒക്കെ മാറ്റിമറിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പുതിയ സംസ്കാരത്തിന് തുടക്കമിട്ടതാണ് ഇ കോമേഴ്സ് എന്ന് പറയുന്നത്. സ്വാഭാവികമായും മനുഷ്യൻ പണം കൈകാര്യം ചെയ്യുന്നത് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടിയും അവരുടെ ആഗ്രഹങ്ങൾ നടപ്പിലാക്കുന്നതിന് വേണ്ടിയുമാണ്. ഇവിടെ 5000-ലധികം പ്രൊഡക്റ്റുകളുള്ള ഇ കോമേഴ്സ്, ബങ്കി തായ്ലൻഡാണ് അതിൻ്റെ
ഓഫീസും മറ്റു കാര്യങ്ങളൊക്കെ പ്രവർത്തിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് ഈ ഒരു കമ്മ്യൂണിറ്റിയിലുള്ള എല്ലാ ആളുകൾക്കും അവരുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റുന്ന രീതിയിലുള്ള ഒരു ഇ-കോമേഴ്സ് പ്ലാറ്റ്ഫോം ഇവിടെ അവതരിപ്പിക്കുകയാണ് പേൾവെൻ ഇൻ്റർനാഷണൽ. അതിൽ നമുക്ക് യാത്രകൾ ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട്, കച്ചവടങ്ങൾ ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട്. എല്ലാം ഒരു വിരൽ തുമ്പിൽ മണിക്കൂറുകൾക്കുള്ളിൽ എത്തിച്ചു തരാൻ കഴിവുള്ള ഒരു മേഖലയാണ് ഇ-കോമേഴ്സ് എന്ന് പറയുന്നത്. ഇങ്ങനെ വളരെ പ്രധാനപ്പെട്ട 4 പ്രൊജക്റ്റുകൾ നമുക്ക് വേണ്ടി സിസ്റ്റം തന്നെ ഡെവലപ്പ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് അടുത്ത വളരെ വളരെ പ്രധാനപ്പെട്ടൊരു ചോദ്യം. ഇവിടെ നമ്മൾ ഓരോ വ്യക്തികളും മനസ്സിലാക്കേണ്ട വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇതൊരു വലിയൊരു പ്രൊജക്റ്റാണ്. ഇത് ഏകദേശം ഒരു ബിസിനസ് മാത്രമല്ല, ഒരു പ്രൊജക്റ്റിൻ്റെ ഭാഗമാവുകയാണ് നമ്മൾ ചെയ്യുന്നത്. അതായത് നമ്മൾ ഈ ഒരു സിസ്റ്റത്തിലേക്ക് കടന്നു വരുമ്പോൾ ഈ 6 പ്രൊജക്റ്റിൻ്റെ പാർട്ട്ണർ, ലോകത്തിലെ ഏറ്റവും വലിയ പ്രൊജക്റ്റിൻ്റെ ഭാഗമായി മാറുക എന്നുള്ളത് ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് അവരുടെ ജീവിതത്തിൽ സ്വപ്നം പോലും കാണാൻ കഴിയാത്ത ഒന്നാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് നമ്മൾ എത്ര ഭാഗ്യവാന്മാരാണ് എന്ന് ഞാൻ ചിന്തിക്കുന്നത്. ഈ ഒരു സിസ്റ്റം നമുക്ക് മുന്നിൽ എത്തിച്ച ഏതൊരു വ്യക്തിയെയും നമ്മൾ ദൈവതുല്യമായി നമ്മൾ കാണണം എന്ന് അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുക. കാരണം നമ്മളൊക്കെ പല ആളുകളും പല മേഖലയിൽ വിജയിച്ച ആളുകളായിരിക്കും ഇവിടെ നമുക്കിന്ന് ഒത്തുചേർന്നിരിക്കുന്നത്. പക്ഷേ ഇങ്ങനെ ഒരു അവസരം മറ്റൊരാളാണ് നമ്മുടെ കയ്യിലേക്ക് എത്തിച്ചു തന്നത്. അങ്ങനെയാകുമ്പോൾ ഈ ഒരു അവസരം നമുക്ക് തന്ന ഡോക്ടർ ഡാനിയൽ ജോൺസൺ എന്ന് പറയുന്ന മഹാനായ ആ മനുഷ്യനെ നമുക്ക് എല്ലാവർക്കും നെഞ്ചോട് ചേർക്കാം. അദ്ദേഹത്തെ ആദ്യമായി കൃതജ്ഞതയോടെ ഒന്നുകൂടി നമുക്ക് ഓർമ്മിക്കാം. അതുപോലെ എല്ലാവരും അവരവരുടെ അപ്ലൈൻ ആരാണോ നിങ്ങൾക്ക് ഈ ഒരു സിസ്റ്റത്തെക്കുറിച്ച് പറഞ്ഞത് അവരെ എന്നും നിങ്ങളുടെ ജീവിതത്തിൽ വളരെ നന്മയോടെ ഓർമ്മിക്കുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഓക്കെ, ഇവിടെ ഇനി നമുക്ക് എന്താണ് ചെയ്യാൻ